നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. നോക്കാം വിശദമായ വാർത്തകൾ. ദുബായ് മഴക്കെടുതി തുടരുന്നു. വിമാന സർവീസ് ഉൾപ്പെടെ തകരാറിലായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദമായ വിവരങ്ങളുമായി അരുൺ പാറാട്ട് ചേരുന്നുണ്ട് ദുബായിൽ നിന്ന്. അരുൺ, നിലവിലെ സാഹചര്യം എന്താണ്? വിമാന സർവീസുകളൊക്കെ സാധാരണ നിലയിലേക്ക് ആക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? പ്രവിധ, രാജ്യമെങ്ങും കെട്ടിടങ്ങൾക്കിടയിലും റോഡുകളിലും ഉൾപ്പെടെ വെള്ളക്കെട്ട് ഇപ്പോഴും ഒഴിഞ്ഞു പോയിട്ടില്ല. പലയിടങ്ങളിലും വെള്ളക്കെട്ട് നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. കാരണം രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പെരുമഴയാണ് ഇന്നലെ യു.എയിൽ മുഴുവൻ ഉണ്ടായത്. ഷാർജയിലും ദുബായിലും ഉൾപ്പെടെ മലയാളികളിൽ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് വെള്ളം കയറി നശിച്ചിട്ടുള്ളത്. ബഹുനില കെട്ടിടങ്ങളുടെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിൽ അടക്കം വെള്ളം കയറിയ നിലയിലാണ്. ഇവിടുന്നെല്ലാം വെള്ളം നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അജ്മാനിലും ഷാർജയിലും എല്ലാം വീടുകൾക്കുള്ളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ളത്തിലകപ്പെട്ട വാഹനങ്ങൾക്ക് വലിയ തോതിലുള്ള കേടുപാടുകളാണ് സംഭവിച്ചിട്ടുള്ളത്. ഷാർജയിൽ പല കമ്പനികളുടെ വെയർ ഹൗസുകൾ പലതും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഇവിടെയും വെള്ളം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത്തരത്തിൽ രാത്രി വൈകിയും ഇവിടെ വെള്ളം നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എല്ലാം തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. നമുക്ക് ചോദിച്ചതുപോലെ വിമാന സർവീസുകളെയും ഈ മഴ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദുബായ് എയർപോർട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. പല വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നുമുള്ള വിമാനങ്ങളെല്ലാം തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എമിറേറ്റ്സ് എയർലൈൻ ചെക്കിൻ ഇന്ന് അർദ്ധരാത്രി വരെ നിർത്തിവെക്കുമെന്ന് ഇന്ന് രാവിലെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി യാത്രക്കാർ എയർപോർട്ടുകളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. ദുബായ് എയർപോർട്ടുകളിലേക്കുള്ള എയർലൈനുകൾ മറ്റ് എയർപോർട്ടുകളിലേക്ക്, അതായത് ദുബായ് മക്തൂം എയർപോർട്ട്, അതോടൊപ്പം തന്നെ മറ്റ് സമീപത്തുള്ള മറ്റ് എയർപോർട്ടുകളിലെ എല്ലാം തന്നെ എയർലൈനുകൾ വഴിമാറി സഞ്ചരിക്കുകയും അവിടെ ഇറക്കുകയും ചെയ്യുന്നതിനാൽ അവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ മഴ മാറിയെങ്കിലും മഴ ബാക്കി വെച്ച ദുരിതങ്ങളാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. വെള്ളം നീക്കി ജനജീവിതം അതിവേഗത്തിൽ സാധാരണ നിലയിൽ എത്തിക്കാനുള്ള പ്രവർത്തനം വലിയ തോതിൽ തന്നെ പുരോഗമിക്കുകയാണ്. നാളെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സാധാരണ നിലയിൽ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അരുൺ, അതോടൊപ്പം തന്നെ ഈ മഴ മുന്നറിയിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടോ? കൂടുതൽ മഴ ഇനിയും ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് കാലാവസ്ഥാ പ്രവചനം? മഴ മുന്നറിയിപ്പ് ഇന്നലെ റെഡ് അലേർട്ട് ആയിരുന്നു. ഇന്ന് അലേർട്ടുകളെല്ലാം തന്നെ പിൻവലിച്ചിട്ടുണ്ട്. അസ്ഥിര കാലാവസ്ഥയുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചുവെന്ന് ഔദ്യോഗികമായി തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അല്പം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അസ്ഥിരമായ കാലാവസ്ഥ തുടരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സ്വകാര്യ സ്കൂളുകളിലടക്കം വിദൂര പഠനം വെള്ളിയാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് എന്ന് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾക്ക്, സ്വകാര്യ കമ്പനികൾക്കും സർക്കാർ ജീവനക്കാർക്കും അടക്കം വിദൂര തൊഴിൽ സംവിധാനത്തിലേക്ക് മാറാം എന്ന രീതിയിലും അധികൃതർ ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള മഴക്കെടുതിയാണ് യു.എയിൽ എങ്ങും തന്നെ അനുഭവപ്പെടുന്നത്. ജനജീവിതം വളരെ വേഗത്തിൽ തന്നെ സാധാരണ നിലയിലേക്ക് ആക്കാനുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. മഴക്കെടുതിയിൽ വലഞ്ഞ യു.എ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണ നിലയിലായിട്ടില്ല. ഒപ്പം തന്നെ മഴ മുന്നറിയിപ്പ് പിൻവലിച്ചുവെങ്കിലും വെള്ളക്കെട്ട് തുടരുകയാണ്. ഇതാണ് ജനജീവിതത്തെ സാരമായ രീതിയിൽ ബാധിക്കുന്നത്. ഒപ്പം തന്നെ വിമാന സർവീസുകൾ റദ്ദാക്കേണ്ട സാഹചര്യമാണ്. നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വിശദമായ വിവരങ്ങളാണ് അരുൺ പാറാട്ട് ദുബായിൽ നിന്നും നൽകിയത്. ഖത്തറിൽ പേയ്മെന്റിന് സൗകര്യമൊരുക്കാത്ത വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി കർശനമാകുന്നു. ചെറുകിട കച്ചവടക്കാരായ മലയാളികൾ ഉൾപ്പെടെ ഇത് ബാധിക്കും. ഗ്രോസറികളും റെസ്റ്റോറന്റുകളും ഉൾപ്പെടെ രാജ്യത്തെ മുഴുവൻ സ്ഥാപനങ്ങളിലും ഇലക്ട്രോണിക് പേയ്മെന്റിനുള്ള സംവിധാനമൊരുക്കണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ബാങ്കുകൾ ഇതിനായി ഈടാക്കുന്ന സർവീസ് നിരക്ക് ഒഴിവാക്കുന്നതിന് പല ചെറുകിട വാണിജ്യ സ്ഥാപനങ്ങളിലും പേയ്മെന്റ് സംവിധാനം ഇനിയും നടപ്പിലാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മന്ത്രാലയം കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനം നൽകിയില്ലെങ്കിൽ 14 ദിവസത്തേക്ക് സ്ഥാപനം അടച്ചിടുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കമേഴ്സ്യൽ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ഷൻ വിഭാഗം മേധാവി സെയ്ഫ് അൽ അത്ബ മുന്നറിയിപ്പ് നൽകി. ലെസ് ക്യാഷ് മോർ സേഫ്റ്റി പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ എല്ലാ വാണിജ്യ ഔട്ട്ലെറ്റുകളിലും ബാങ്ക് കാർഡ്, ബാങ്ക് പേയ്മെന്റ് വാലറ്റ് അല്ലെങ്കിൽ QR കോഡ് എന്നീ 3 തരം ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശം. ബാങ്ക് കാർഡുകൾ മുഖേന പേയ്മെന്റ് സേവനങ്ങൾ നൽകുന്ന എല്ലാ വാണിജ്യ ഔട്ട്ലെറ്റുകൾക്കും കാർഡുകളുടെ ഉപയോഗത്തിന് അധിക നിരക്കുകളൊന്നും ചുമത്തരുതെന്നാവശ്യപ്പെട്ട് മന്ത്രാലയം ഇതിനകം സർക്കുലർ നൽകിയിട്ടുണ്ട്. ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ, ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ വാലറ്റുകൾ, ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകൾ, ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ്, ബാങ്ക് പ്രീപെയ്ഡ് കാർഡുകൾ, മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയവ പേയ്മെന്റുകളിൽ ഉൾപ്പെടും. അതേസമയം രാജ്യത്ത് ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനത്തിന്
സമ്പൂർണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇലക്ട്രോണിക് പേയ്മെന്റുകൾ വഴി കള്ളപ്പണത്തിന്റെ അപകട സാധ്യത പരമാവധി കുറക്കാൻ കഴിയുമെന്നാണ് മന്ത്രാലയം വിലയിരുത്തുന്നത്. അൻവർ പാലേരി, 24 ദോഹ. 24 USA സീ ടു സ്കൈ പദ്ധതിയുടെ ഭാഗമായുള്ള ഭൗമദിനാഘോഷം ന്യൂയോർക്കിലെ സിറാക്യൂസിൽ നടന്നു. പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സീ ടു സ്കൈ വോളണ്ടിയർ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് റീജിയണൽ കോർഡിനേറ്റർ ദീപാറാം അറിയിച്ചു. 24 ന്യൂസിന്റെ സീ ടു സ്കൈ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വിപുലമായ പരിപാടികളാണ് ഈ കൊല്ലവും ന്യൂയോർക്കിലെ സിറാക്യൂസിൽ സംഘടിപ്പിച്ചത്. അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടുള്ള സീ ടു സ്കൈ ഭൗമദിന ആഘോഷങ്ങൾ വിജയകരമായി തുടരുകയാണ്. ഒനന്റാഗ എൻവയോൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച അപ്സ്റ്റേറ്റ് ന്യൂയോർക്കിലെ മാക്സ്വെൽ പാർക്കിൽ 10 സൈക്കമൂർ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. കഴിഞ്ഞ കൊല്ലം നട്ട 18ഓളം മരങ്ങൾ നന്നായി വളർന്നു വരുന്നുവെന്ന സന്തോഷവും പുതിയ തൈകൾ പ്രകൃതിയോട് ചേർത്ത് വെക്കുന്നതിലുള്ള അഭിമാനവുമെല്ലാം അപ്സ്റ്റേറ്റ് ന്യൂയോർക്ക് ടീം പങ്കുവച്ചു. ഒനന്റാഗ എൻവയോൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എഡ്യൂക്കേഷണൽ ഔട്ട്റീച്ച് കോർഡിനേറ്റർ എയ്നി എം സാമുവൽസും പ്രൊജക്ട് സയന്റിസ്റ്റായ സ്റ്റെഫനി എൽ ജോൺസണുമാണ് വൃക്ഷത്തിൽ നടീൽ പദ്ധതികൾക്കെല്ലാം നേതൃത്വം നൽകിയത്. 24 ന്യൂസിന്റെ സീ ടു സ്കൈ പദ്ധതി വിജയകരമാക്കുവാൻ സഹായിച്ച എല്ലാവർക്കും റീജിയണൽ കോർഡിനേറ്റർ ദീപാറാം നന്ദി പറഞ്ഞു. We are all done with planting. Thank you 24 News. സീ ടു സ്കൈ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ശനിയാഴ്ച വിതരണം ചെയ്യും. 24 USA. സൗദിയിൽ നിഹാൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന് നാളെ തുടക്കമാകും. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി 16 ടീമുകളാണ് നിഹാൻ പ്രീമിയർ ലീഗിൽ മാറ്റുരയ്ക്കുക. നാളെയും മറ്റന്നാളുമായി ദമാം, ഗുഖ, EPCA എന്നീ സ്റ്റേഡിയങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. ദമാം ബദർ അൽ റബി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജേഴ്സി, ട്രോഫി എന്നിവ അവതരിപ്പിച്ചു. ചടങ്ങ് EPCA പ്രസിഡന്റ് ഫർഹത്ത് മഹ്മൂദ് ഉദ്ഘാടനം ചെയ്തു. നിഹാൻ പ്രീമിയർ ലീഗ് ചെയർമാൻ നജീം ബഷീർ, ഷുഹൈബ് പെരിന്തൽമണ്ണ എന്നിവർ സംസാരിച്ചു. ഖത്തറിലെ മലയാളി സംരംഭകരുടെ കൂട്ടായ്മയായ കേരള ബിസിനസ് ഫോറം സംഘടിപ്പിക്കുന്ന ബിസിനസ് കണക്ട് 2024 ഈ മാസം 30 മെയ് 1 തീയതികളിൽ നടക്കും. ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസഡർ വിപുൽ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. KBF പ്രസിഡന്റ് അജി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ, ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള അപെക്സ് ബോഡി പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, അസോസിയേറ്റഡ് സംഘാടക ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുവൈറ്റിൽ 16,000 പേർക്ക് യാത്രാ നിരോധനമെന്ന് നീതിന്യായ മന്ത്രാലയത്തിന് കീഴിലെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലെ കണക്കാണ് പുറത്തുവന്നത്. 8,033 പേരുടെ യാത്രാ നിരോധനം നീക്കാൻ ഉത്തരവിട്ടു. 917 പേരുടെ ഒറ്റത്തവണ യാത്രാ അഭ്യർത്ഥനകളും അനുവദിച്ചിട്ടുണ്ട്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ മലയാള മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ദമാം മീഡിയ ഫോറം തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ചർച്ച സംഘടിപ്പിക്കുന്നു. ജനാധിപത്യം വിധി പറയുമ്പോൾ എന്നതാണ് വിഷയം. ശനിയാഴ്ച വൈകിട്ട് 7:30 ദമാം റോസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി. കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സ്വൈഗ, കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സബാഹിനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രവാസി സൗഹൃദ നടപടികൾക്ക് ഉപപ്രധാനമന്ത്രിയോട് ഇന്ത്യൻ സ്ഥാനപതി നന്ദി പറഞ്ഞു. ഇന്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തതായും എംബസി ഉന്നതർ അറിയിച്ചു. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിൽ വീണ്ടും ഭീകരാക്രമണം. ബീഹാർ സ്വദേശികളായ കച്ചവടക്കാർക്ക് നേരെ ഭീകരർ വെടിവെച്ചു. ഒരാൾ കൊല്ലപ്പെട്ടു. രാജ് ഷാ എന്ന ബീഹാർ സ്വദേശിയാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മറ്റന്നാൾ ബൂത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. 102 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ബൂത്തിലെത്തുക. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. CAA-യും ഏകീകൃത സിവിൽ കോഡും നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. തമിഴ്നാട്ടിലെ 39 സീറ്റുകളിലേക്ക് ഉൾപ്പെടെ 102 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന BJP നരേന്ദ്രമോദിയെ മുൻനിർത്തി കാടടച്ചുള്ള പ്രചാരണമാണ് നടത്തിയത്.
തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ മുൻനിർത്തിയുള്ള പ്രചാരണമാണ് ഇന്ത്യാ സഖ്യം നടത്തിയത്. രാഹുൽ ഗാന്ധിയും പ്രചാരണത്തിനെത്തി. ബി.ജെ.പി. തമിഴ്നാട് പ്രസിഡന്റ് കെ. അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ മണ്ഡലമാണ് ശ്രദ്ധാകേന്ദ്രം. മഹാരാഷ്ട്രയിൽ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും ജനവിധി തേടുന്നത് മറ്റന്നാളാണ്. നാഗ്പൂരാണ് മണ്ഡലം. അസമിൽ ദിബ്രുഗഡിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും മത്സരിക്കുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആവനാഴിയിലെ എല്ലാ തന്ത്രങ്ങളും പ്രചാരണ രംഗത്ത് പ്രയോഗിക്കാൻ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചു. രാമനവമിയും രാമചിന്തയും രാജ്യത്തില്ലാതാക്കാനുള്ള നീക്കങ്ങൾ വിലപ്പോവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിപുരയിൽ പ്രചാരണ റാലികളിൽ പറഞ്ഞു. नॉर्थ ईस्ट मेरे लिए पॉलिटिक्स का नहीं, प्रेम और प्राथमिकता का विषय है. ये कांग्रेस और लेफ्ट की विकास विरोधी राजनीति का आईना भी है. യു.പിയിലെ സഹാറൻപൂരിലാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനെത്തിയത്. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിച്ചാൽ മാത്രമേ ബി.ജെ.പിക്ക് 180 സീറ്റുകളിലധികം ലഭിക്കൂവെന്ന് പ്രിയങ്ക. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ മാത്രം ശേഷിക്കെ തൃണമൂൽ കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. തൃണമൂൽ പിന്തുണയ്ക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല. 400 രൂപ മിനിമം കൂലി ഉറപ്പാക്കി 100 ദിവസം രാജ്യത്ത് എല്ലാവർക്കും തൊഴിലുറപ്പാക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ച 102 ലോക്സഭാ മണ്ഡലങ്ങളും നാളെ നിശബ്ദ പ്രചരണത്തിലായിരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നടന്ന യോഗത്തിൽ എല്ലായിടങ്ങളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉചിതമാണെന്ന് വിലയിരുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, 24. അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് സൂചന നൽകി രാഹുൽ ഗാന്ധി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നാണ് പ്രതികരണം. കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും നേരെയുള്ള വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആം ആദ്മി പാർട്ടി ആപ്കാ രാം രാജ്യ എന്ന പേരിൽ വെബ്സൈറ്റ് തുടങ്ങി. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധിയെഴുതാനിരിക്കെ ഗാസിയാബാദിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചത്. अमेठी के बाद कांग्रेस का डिसीजन है, जो भी मुझे ऑर्डर मिलेगा मैं वो करूंगा. सीईसी मीटिंग हमारी पार्टी में सीईसी मीटिंग्स में ये डिसीजन लिए जाते हैं. ഇലക്ടോറൽ ബോണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിയുടെ ചാമ്പ്യനാണെന്നും രാഹുൽ. ഭരണഘടന മാറ്റാൻ സ്വപ്നം കാണുന്ന ബി.ജെ.പിയെ 400 ഇടങ്ങളിൽ തോൽപ്പിച്ച് ജനം പാഠം പഠിപ്പിക്കുമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞു. ഇലക്ടോറൽ ബോണ്ട് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിക്കുന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെടുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാമനവമി ദിനത്തിൽ പ്രചരണത്തിനായി ആപ്കാ രാംരാജ് എന്ന പേരിൽ ആം ആദ്മി പാർട്ടി വെബ്സൈറ്റ് ആരംഭിച്ചു. ഡൽഹി, പഞ്ചാബ് സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാനാണ് വെബ്സൈറ്റ്. 24 ഡൽഹി. വടകരയിലെ LDF സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം ചർച്ചയാക്കി LDF. വ്യക്തിഹത്യയ്ക്ക് പിന്നിൽ UDF സ്ഥാനാർത്ഥിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ശൈലജ വൈകാരിക നുണപ്രചാരണം നടത്തുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാദം. എല്ലാവരും സംയമനം പാലിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. സൈബർ അധിക്ഷേപത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തു. കെ ശൈലജയ്ക്കെതിരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയതിനാണ് മുസ്ലിം ലീഗ് ഭാരവാഹിയായ ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെ പോലീസ് കേസെടുത്തത്. UDF സ്ഥാനാർത്ഥിയും കൂട്ടാളികളും ചേർന്നാണ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു മറയുമില്ലാതെ സ്വന്തം ഐഡികളിൽ നിന്നാണ് UDF പ്രവർത്തകർ ഈ പ്രചരണം നടത്തുന്നത്. വ്യക്തിഹത്യ നടത്തുന്നത് ആരായാലും മുഖം നോക്കാതെ നടപടി വേണമെന്ന് പറഞ്ഞ കെ രമ സൈബർ ആക്രമണത്തിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനോ നേതാക്കൾക്കോ പങ്കില്ലെന്ന് പ്രതികരിച്ചു. പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ CPIM നടത്തുന്ന ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കുന്നതായും കെ രമ MLA. ടീച്ചർക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ടീച്ചറുടെ ഈ ആരോപണത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ഇതൊക്കെ നേരിടുന്ന സ്ത്രീ സമൂഹം, അവിടെ ഒരു കക്ഷി രാഷ്ട്രീയവുമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇത് ആരാണ് ചെയ്തത് എന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രാഷ്ട്രീയമായുള്ള മത്സരമാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടണമെന്ന് ഉമാ തോമസ് MLAയും പറഞ്ഞു. സൈബർ അതിക്രമമെന്ന കെ ശൈലജയുടെ ആരോപണം നുണ ബോംബെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രശ്നോദിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിന് കെ ശൈലജയുടെ മറുപടി ഇങ്ങനെ: മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ തികച്ചും ആസൂത്രിതമായിട്ട് ഒരിടത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്യുക, നുണ. അതാണ് നുണ ഉൽപ്പാദിപ്പിച്ച് പ്രചരിപ്പിക്കുക. സൈബർ ആക്രമണം വടകരയിൽ പ്രധാന ചർച്ചാ വിഷയമായതോടെ എല്ലാവരും സംയമനം പാലിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 24 കോഴിക്കോട്.
പൊതുതെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് 9 നാൾ മാത്രം ശേഷിക്കെ നേതാക്കളുടെ വാക്പോര്. പ്രധാനമന്ത്രിക്ക് ജനങ്ങളെ എപ്പോഴും വാഗ്ദാനം നൽകി പറ്റിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സിപിഐഎമ്മിന് RSSുമായി ധാരണയുണ്ടെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവർത്തിച്ചു. മാസപ്പടി കേസിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. മാസപ്പടി കേസിൽ ED പിടിമുറുക്കുന്നതിനിടെ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി വീണ്ടും രംഗത്തെത്തി. നിങ്ങൾക്ക് ദുരവസ്ഥക്ക് ഇടയാക്കിയിട്ടുള്ളത് രാജ്യം ഭരിക്കുന്ന BJPയാണ്. ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് RSSന്റെ അജണ്ടയാണ്. പൗരത്വ നിയമത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അവർ BJPയുമായും RSSുമായും നേരത്തെ തന്നെ സെറ്റിൽ ചെയ്താണ്. UDFനെ തോൽപ്പിക്കാൻ വേണ്ടി ചില തെരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളിൽ ഇവർ പരസ്പരം സഹായിക്കാമെന്നുള്ള ധാരണയിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. BJPയുടെ വർക്കിംഗ് പ്രസിഡന്റിനെ പോലെയാണ് പിണറായി വിജയനെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കുറ്റപ്പെടുത്തി. പിണറായി വിജയൻ ഈസ് നോട്ട് വർക്കിംഗ് ഫോർ LDF. He is working for Narendra Modi in this Kerala. He is a B team of Bharatiya Janata Party. മാസപ്പടി കേസിലും സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലും ശക്തമായ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. हम लोग इसकी सख्ती के साथ जांच कराएंगे. हमारी गवर्नमेंट आएगी, आपका पैसा जो स्कैम में चला गया है उसे हम वापस कराएंगे. വരും ദിവസങ്ങളിലും ദേശീയ നേതാക്കളെ രംഗത്തിറക്കി പ്രചാരണം കൊഴുപ്പിക്കാനാണ് മുന്നണികളുടെ നീക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ എതിർപ്പ് മറികടന്ന് എംപ്ലോയീസ് യൂണിയൻ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് ജോൺ ബ്രിട്ടാസ് MP. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി പ്രഭാഷണം തടയണമെന്ന് VC രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. VCയുടേത് ധാർഷ്ട്യവും ദാസ്യവേലയുമാണ് എന്ന് MP ആരോപിച്ചു. പരിപാടിക്കെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സർവകലാശാലയോട് കമ്മീഷൻ വിശദീകരണം തേടി. ജനാധിപത്യവും വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിലാണ് ജോൺ ബ്രിട്ടാസ് MPയെ കേരള സർവകലാശാലയിലെ ഇടത് അനുകൂല സംഘടന പ്രഭാഷണ പരമ്പരയ്ക്ക് ക്ഷണിച്ചത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി പരിപാടി അനുവദിക്കരുതെന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. VCയുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച ജോൺ ബ്രിട്ടാസ ഉച്ചയ്ക്ക് നടന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നമ്മൾ ക്ഷണിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് ഈ സർവകലാശാല എത്തപ്പെട്ട ഒരു ദുരവസ്ഥയെക്കുറിച്ച് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഒരുപക്ഷെ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള വ്യക്തികൾ ഇരിക്കേണ്ടിയിരുന്ന ഇരിപ്പിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ രീതിയിൽ ചിന്തിക്കുന്നവർ ഇരുന്നാൽ നമ്മുടെ സർവകലാശാലകൾക്കുണ്ടാകുന്ന ഗതി എന്താകുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ജീവനക്കാർ പരിപാടിക്ക് എത്തിയെന്ന് ചൂണ്ടിക്കാട്ടി BJP തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സംഭവത്തിൽ സർവകലാശാലയോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. രാഷ്ട്രീയ പരിപാടിയല്ല നടന്നതെന്നാണ് എംപ്ലോയീസ് യൂണിയന്റെ നിലപാട്. 24 തിരുവനന്തപുരം. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതുചരിത്രം എഴുതി 24. ഭവനരഹിതർക്കായി 100 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരും K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളിയും ധാരണാപത്രം കൈമാറി. വർഷങ്ങൾ കാത്തിരുന്നിട്ടും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാത്തവർക്കൊപ്പം നിൽക്കുകയാണ് 24. അർഹരായ 100 കുടുംബങ്ങൾ സ്വന്തമായ വീടെന്ന തണലിലേക്ക് ഈ പദ്ധതി വഴി ചേർന്നു നിൽക്കും. K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വീടുകൾ നിർമ്മിച്ചു നൽകും. 24 കണക്റ്റിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുക. കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർക്ക് K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി ധാരണാപത്രം കൈമാറി. കോടിക്കണക്കിന് മലയാളിയുടെ മനസ്സായി മാറിയ ദൃശ്യമാധ്യമം 24 കണക്റ്റും അനേകം ഹൃദയങ്ങളിൽ അലിവിന്റെ നിലാവ് പകർന്ന K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 100 സ്വപ്നങ്ങളെ ഇനി ചേർത്ത് പിടിക്കുകയാണ്. അടച്ചുറപ്പുള്ള ഭവനം എന്നത് കേവലം പൂർണ്ണമായും അർഹരായവരിലേക്കാണ് പദ്ധതി എത്തിച്ചേരുകയെന്ന് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. ഈ 24 കണക്റ്റിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടി കുറച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷം ഈ K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ ഡയറക്ടേഴ്സുമായി നമ്മുടെ ആളുകൾ നടത്തിയ ചർച്ചയിൽ
100 വീടുകൾ കൊടുക്കാൻ പോകുന്നു, അതിന് അവർക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞ നിമിഷമാണ്. അപ്പം അവർ നടത്തുന്ന ഒരു ചാരിറ്റി ഓപ്പറേഷനിലെ ഒരു പ്രധാന പങ്കാളിയാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 24മായി സഹകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. 24 ഫ്ലവേഴ്സ് ഗ്രൂപ്പുമായിട്ട് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സഹകരിച്ചിട്ട് ഇതുപോലെ 100 പേർക്ക് 100 അർഹതപ്പെട്ട വീടില്ലാത്തവർക്ക് വീട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് സഹകരിക്കാനായിട്ട് അതിയായ സന്തോഷമുണ്ട്. 24 സംസ്ഥാന സമ്മേളന വേദിയിൽ അർഹതപ്പെട്ടവർക്ക് 100 വീടുകൾ നൽകുമെന്ന പ്രഖ്യാപനമാണ് യാഥാർത്ഥ്യമാകുന്നത്. യുവതികൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലനം, ലഹരിമുക്ത ക്യാമ്പയിൻ തുടങ്ങി നിരവധി പദ്ധതികളാണ് 24 കണക്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നത്. 24 കൊച്ചി. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.